നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുകുന്ദനാ? സ്പീക്കർ ഫോൺ ഇട്. പറയടാ. എടാ, നാളെ ഇങ്ങോട്ട് വരില്ലേ? പിന്നല്ലാതെ. പ്ലാനിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ മറ്റന്നാളെ നിങ്ങൾ ഇങ്ങോട്ട് വരണം. സമ്മതിച്ചു. അവസാന നിമിഷേ അമ്മ ഷൂട്ടിങ്ങിലാണെന്നും പറഞ്ഞ് മുങ്ങിക്കളയല്ലേ. ഞാൻ എപ്പോഴാടാ വരാന്ന് പറഞ്ഞിട്ട് മുങ്ങിയേ? അയ്യോ, ഗൗരി അമ്മ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നാളെ മറ്റന്നാളും ഒക്കെ എനിക്ക് ഷൂട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. ഗൗരിയമ്മയെ കാണണമെന്ന് കൊറേ കാലമായിട്ട് അമ്മ പറയുന്നു. അവൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്നാ പോരെ? അതെങ്ങനെയാ? ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവൾക്ക് സമയം കിട്ടിയാലല്ലേ. വീട് അമ്പലം, അമ്പലം വീട്, ഇത് തന്നെ അവളുടെ പരിപാടി. നാളെ അവളെ കാണുമ്പോഴേ ഞാനൊന്ന് ഉപദേശിക്കുന്നുണ്ട്. ഈ ഭൂമി മലയാളത്തിൽ അമ്മയെ ഉപദേശിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരാള് ഗൗരിയമ്മയാ. അതുകൊണ്ട് ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിന്റെ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ടാ? മുറിവ് എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോ വേദന കുറയാൻ വേണ്ടി ബാൻഡേജ് ചുറ്റിയിരിക്കെ. ശുശ്രൂഷിക്കാനേ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയുള്ളതിന്റെ ഗുണം ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണും അല്ലേ? അവളെ പോലൊരു ഭാര്യയെ കിട്ടിയതേ നിന്റെ ഭാഗ്യമാണ്. അവളെ ബുദ്ധിമുട്ടിക്കാതെ മര്യാദക്ക് നോക്കിക്കോണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ പറയുന്ന കേട്ടാ തോന്നും അവൾക്ക് വേണ്ടത് എന്താണെന്ന് എല്ലാത്തിനും ധാരണയുള്ള ഒരാളാണെന്ന്. ആ കൊച്ചൊരു പാവമായതുകൊണ്ടാ നീയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നേ. നിന്റെ മോരുടെ സ്വഭാവവും കലിപ്പും സഹിച്ച ആ പെൺകൊച്ചു ജീവിക്കുന്നതിനെ മഞ്ജുവിന് വല്ല അവാർഡും കൊടുക്കണം. അതെ, ബാക്കി നാളെ നേരിട്ട് കാണുമ്പോ പറഞ്ഞാ മതി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അമ്മയുടെ പറച്ചിലേ ശരിക്കും ഏറ്റവും തോന്നണം. അയ്യടാ, ഇത്ര ചിരിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. എന്റെ വില എന്താന്ന് ഗൗരിയമ്മയ്ക്കെങ്കിലും മനസ്സിലായല്ലോ. അത് കേട്ടപ്പോ സന്തോഷം തോന്നി. ഗൗരിയമ്മ പറയുന്നത് കേട്ട് വല്ലാതെ അങ്ങ് പൊന്തണ്ട. ഇതുപോലൊരു അഭിപ്രായം എന്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഉണ്ടായിട്ടേ എന്തെങ്കിലും കാര്യമുള്ളൂ. നീ ഈ കുടുംബത്ത് കയറിയിട്ടുള്ള ആദ്യത്തെ ഓണായത്. ഇവിടെ ആർക്കും ഒരു കുറവുണ്ടാവരുത്. ഗിരിയേട്ടൻ സ്വന്തം കുടുംബത്തിന്റെ സന്തോഷം നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തുപറ്റി? ഞാൻ മഹിമയെ പറ്റി ആലോചിച്ചതാ. ഓണമായിട്ട് കുടുംബമോ വീടോ ഒന്നുമില്ലാതെ അവൾ ഒറ്റയ്ക്ക് ഹോസ്റ്റലിലാവും. ഇത്രയും മോശം ഒരു ഓണം അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നീ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലേ? ഇല്ല, അമ്മയ്ക്കും സ്വപ്നയ്ക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ. എന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? ഓണക്കാലമല്ലേ, എത്ര പകയുണ്ടെങ്കിലും എല്ലാം മറന്ന് പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള സമയമായത്. മഹിമ ഇങ്ങോട്ട് വന്നാ അത് അംഗീകരിക്കാനുള്ള മനസ്സൊക്കെ എന്റെ അമ്മയ്ക്കുണ്ട്. നീ പറഞ്ഞതുപോലെ ഓണമായിട്ട് അവൾ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ കഴിയുന്നത് ശരിയല്ലല്ലോ. അവക്കൊരു കുടുംബവും വീടും ഉണ്ടെന്ന് അവളും അറിയണം. നീ അവളെ വിളിച്ച് ഇങ്ങോട്ട് ക്ഷണിച്ചേ. 2-3 ദിവസം ഇവിടെ താമസിച്ച് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് പോയാ മതി. ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോളാം. എന്നാ വിളിക്കാം.